ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സർവ്വരാജ്യ സഖ്യത്തെ പറ്റിയാണ്. അതായത് നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, PSC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒഴിവാക്കാൻ കഴിയാതൊരു ഭാഗമാണ് സർവ്വരാജ്യ സഖ്യം. അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ, നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്ന ടോപ്പിക്ക്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. സർവ്വരാജ്യ സഖ്യം. ഈ സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് എന്നാണ്? 1920 ജനുവരി 10-നാണ്. 1920 ജനുവരി 10-നാണ്. 1920 ജനുവരി 10. ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആസ്ഥാനം കേട്ടോ. സ്ഥാപക അംഗസംഖ്യ 42. സ്ഥാപക അംഗസംഖ്യ 42 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ. സ്ഥാപക അംഗസംഖ്യ 42 ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ഒന്നാം ലോക മഹായുദ്ധം എത്രത്തോളം നാശം വിധിച്ചു എന്നുള്ളത്. അപ്പോൾ ഇനി ഒരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കാൻ, രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യത്തോടെയുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ്, മലയാളത്തിൽ സർവ്വരാജ്യ സഖ്യം. ഇതാണ് നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. ലീഗ് ഓഫ് നേഷൻസ്, സൊസൈറ്റി ഡസ് നേഷൻസ് ലോഗോ. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നിലവിൽ വന്ന സഖ്യമാണ് സർവ്വരാജ്യ സഖ്യം. നമ്മൾ പറഞ്ഞു അല്ലേ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ച സന്ധി വേഴ്സായ് സന്ധിയാണ്. 1919 വേഴ്സായ് സന്ധിയാണ്. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? പ്രധാനപ്പെട്ടതാണ് അല്ലേ, വുഡ്രോ വിൽസൺ ഇല്ലാതെ നമുക്കെങ്ങനെ ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി പറയാൻ പറ്റും അല്ലേ. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് തന്നെ ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി പറയുമ്പോൾ വുഡ്രോ വിൽസനെ പറയാണ്ട് പോകാൻ പറ്റില്ല. വുഡ്രോ വിൽസൺ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ അദ്ദേഹം. സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലായിരുന്ന പ്രമുഖ രാജ്യം അമേരിക്ക. അതായത് അദ്ദേഹം നല്ല രീതിയിൽ പ്രയത്നിച്ചാണ് ലീഗ് ഓഫ് നേഷൻസ് തുടങ്ങിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിന് അതിൽ അംഗമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കേട്ടോ. അന്ന് അമേരിക്കയിൽ സെനറ്റിൻ്റെ ഒക്കെ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഭാഗമാവാൻ സാധിച്ചില്ല. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ 14 ഇന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച ആരാണ്? അത് വുഡ്രോ വിൽസൺ തന്നെയാണ്. 14 ഇന നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം 1919 പാരീസ് സമ്മേളനമാണ് കേട്ടോ. 1919 പാരീസ് സമ്മേളനമാണ്. അതായത് നമ്മുടെ ഒരു 14 ഇന നിർദ്ദേശങ്ങൾ, സർവ്വരാജ്യ സഖ്യം ഫോളോ ചെയ്യേണ്ട ഒരു 14 ഇന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച വ്യക്തി വുഡ്രോ വിൽസൺ ആണ്. എവിടെയായിരുന്നു അവതരിക്കപ്പെട്ട സമ്മേളനം? എവിടെയായിരുന്നു? 1919 പാരീസ് സമ്മേളനത്തിൽ വെച്ചാണ്. ഇതാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ചിത്രം കേട്ടോ. അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചേർന്ന് കൊണ്ട് ഉള്ള മീറ്റിംഗ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചതെന്നാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിയമസംഹിത ഒപ്പുവെച്ചതെന്നാണ്? 1919 ജൂൺ 28. 1919 ജൂൺ 28. സർവ്വരാജ്യ സമ്മേളനത്തിൻ്റെ ആദ്യ സമ്മേളന വേദി എവിടെയാണ്? എവിടെയാണ്? പാരീസിലാണ്. ഫ്രാൻസിലെ പാരീസാണ്. 1920 ജനുവരി 16. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ പൊതുസമ്മേളനം നടന്നത് എവിടെയാണ്? സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യ പൊതുസമ്മേളനം നടന്നത് 1920 നവംബർ 15 ജനീവയിലാണ്. ആസ്ഥാനമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. 1920 നവംബർ 15. അടുത്ത ചോദ്യം പലരും അങ്ങനെ പഠിക്കാത്ത ഒരു ചോദ്യമാണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ആരാണ്? നമ്മൾ UN-യുടെ പ്രഥമ സെക്രട്ടറി ജനറലും ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലൊക്കെ പഠിച്ചു വെക്കും. പക്ഷേ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറലിനെ പലരും നോക്കാതെ അങ്ങ് പോകും. ആരാണ്? ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? സർ ജെയിംസ് എറിക്കാണ്. ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള സർ ജെയിംസ് എറിക്കാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ അവസാനത്തെ സെക്രട്ടറി ജനറൽ ആരാണ്?
സർവ്വരാജ്യ സഖ്യത്തിൻ്റെ അവസാനത്തെ സെക്രട്ടറി ജനറൽ സി ലെസ്റ്റർ ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ അതേ സി ലെസ്റ്റർ ആണ്. അദ്ദേഹം അയർലൻഡുകാരനാണ് കേട്ടോ. നമ്മൾ പ്രഥമ സെക്രട്ടറി ആരായിരുന്നു? സർ ജെയിംസ് എറിക്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. അവസാനത്തെ സെക്രട്ടറി ജനറലായ സി ലെസ്റ്റർ, അദ്ദേഹം അയർലൻഡുകാരനാണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഒരു പേരുണ്ട്, എന്താണ്? കവനറ്റ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനറ്റ് എന്നാണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു പ്രധാനപ്പെട്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക. പക്ഷേ പറ്റിയോ? ഇല്ല അല്ലേ? പരാജയപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ പറയുകയാണ്. ഒന്നാമത് സമിതിയാണ്, 2 സഭ, 3 സെക്രട്ടേറിയറ്റ്, 4 അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, 5 അന്താരാഷ്ട്ര നീതിന്യായ സ്ഥിര കോടതി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കൗൺസിൽ, അസംബ്ലി, സെക്രട്ടേറിയറ്റ്, ഇന്റർനാഷണൽ ലേബർ യൂണിയൻ, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് പെർമനന്റ് ജസ്റ്റിസ്. ഇതൊക്കെയായിരുന്നു സർവ്വരാജ്യ സഖ്യത്തിൻ്റെ, ലീഗ് ഓഫ് നേഷൻസിൻ്റെ പ്രധാന ഘടകങ്ങൾ. സർവ്വരാജ്യ സഖ്യം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? USA, USSR, ജർമ്മനി എന്നീ പ്രബല ശക്തികൾ, ആ സമയത്തെ പ്രബല ശക്തികളായിട്ടുള്ള 3 രാജ്യങ്ങൾ, USA, USSR, ജർമ്മനി എന്നീ പ്രബല ശക്തികൾ ഈ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതായത് ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തികളായ 3 രാജ്യം ഈ ഒരു അന്താരാഷ്ട്ര സംഘടനയിൽ ഭാഗമല്ലാത്തത് ഇത് വലിയൊരു തിരിച്ചടിയായി മാറി. കാരണം പ്രബല ശക്തികൾ ഇതിന് പുറത്താണ്. അപ്പോൾ ഇതിനൊരു പവർ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ജർമ്മൻ നേതാവായ ഹിറ്റ്ലറുടെ സാമ്രാജ്യത്തെ മോഹങ്ങൾ തടയാൻ കഴിഞ്ഞില്ല. അത് ജർമ്മൻ നേതാവായ ഹിറ്റ്ലർ അറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യ മോഹമൊക്കെ നമുക്കറിയുന്നതാണ്. അത് തടയാൻ ഈ ലീഗ് ഓഫ് നേഷൻസിന്, സർവ്വരാജ്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. ഇതൊരു പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ്. സഖ്യത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സൈന്യമില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ സൈന്യത്തിൻ്റെ ഒരു അഭാവവും ലീഗ് ഓഫ് നേഷൻസിനെ ബാധിച്ചു. ഈ സഖ്യത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സൈന്യം ഇല്ലായിരുന്നു. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടതെന്നാണ്? പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20-നാണ്. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ 20-നാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് സംഘടനയാണ്? ലീഗ് ഓഫ് നേഷൻസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാജ്യ സഖ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട പോയിൻറ്റ്സ്, പരീക്ഷയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ട പോയിൻറ്റ്സാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്ത്, ലൈക്കൊക്കെ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.